Hello viewers, welcome to Niantla Online. Previous question paper discussion ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഹാസ് ഒക്ടോബർ 2018 കണ്ടക്ട് ചെയ്ത ഒപ്റ്റോമെട്രി ഒപ്റ്റിക്സ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടിഫോക്കൽ ലെൻസസ്. മൾട്ടിഫോക്കൽ ലെൻസ് മീൻസ് എ ലെൻസ് വിച്ച് കണ്ടെയ്ൻ 2 or more പവർ. ഈ മൾട്ടിഫോക്കൽ ലെൻസിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെഗ്മെന്റഡ് മൾട്ടിഫോക്കൽ ആൻഡ് നോൺ സെഗ്മെന്റഡ് മൾട്ടിഫോക്കൽ. വിസിബിൾ സെഗ്മെന്റ് ഉള്ള ലെൻസിനെയാണ് സെഗ്മെന്റഡ് മൾട്ടിഫോക്കൽ എന്ന് പറയുന്നത്. അതിൽ വരുന്ന രണ്ടെണ്ണമാണ് ബൈഫോക്കലും ട്രൈഫോക്കലും. വിസിബിൾ സെഗ്മെന്റ് ഇല്ലാത്ത സിംഗിൾ ആയിട്ട് കാണുന്ന ലെൻസിനെയാണ് നമ്മൾ നോൺ സെഗ്മെന്റഡ് മൾട്ടിഫോക്കൽ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് പ്രോഗ്രസീവ് അഡിഷൻ ലെൻസ്, അതുപോലെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിഗ്രസീവ് ലെൻസും. ഇനി നമുക്ക് ബൈഫോക്കലിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ബൈഫോക്കൽ? Bi means two, രണ്ട് ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസിനെയാണ് ബൈഫോക്കൽ എന്ന് പറയുക. അതിന് രണ്ട് ഏരിയ ഉണ്ടാവും. ഡിസ്റ്റന്റ് പോർഷൻ, ഡിസ്റ്റന്റ് വിഷൻ പവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ, ആൻഡ് നിയർ പോർഷൻ, നിയർ വിഷൻ പവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ. ഇത് അറിയപ്പെടുന്ന വേറെ രണ്ട് പേരാണ് റീഡിംഗ് പോർഷൻ ഓർ സെഗ്മെന്റ്. നമ്മൾ കൂടുതലും സെഗ്മെന്റ് എന്ന ടേം ആണ് റീഡിംഗ് പോർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ദെൻ ബൈഫോക്കലിന്റെ ഇൻഡിക്കേഷൻ പ്രസ്ബയോപ്സിൻ ആണ് യൂസ് ചെയ്യുക. അതുപോലെ ലൈബ്രറിയൻ, നിയർ വിഷൻ കൂടുതലായിട്ടുള്ള യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബൈഫോക്കൽ ആണ് ബെറ്റർ ഓപ്ഷൻ. ഹൈ സിലിണ്ടറിക്കൽ പ്രിസ്ക്രിപ്ഷൻ വരുന്ന കേസിലും ബൈഫോക്കൽ ആണ് സ്യൂട്ടബിൾ ഓപ്ഷൻ. ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പേഷ്യന്റ് വിത്ത് വെർട്ടിഗോ, അതുപോലെ തന്നെ ചില ഒക്യുപ്പേഷൻ ഉണ്ടാവും ഹൈറ്റ് എന്ന് വർക്ക് ചെയ്യേണ്ടത്, ലൈക്ക് ഇലക്ട്രീഷ്യൻ, പിന്നെ അനൈസോമെട്രോപ്പി ഉള്ള കേസിൽ, ഐ ഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസ് ഉള്ള കേസിലൊക്കെ ബൈഫോക്കൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. Then advantages and disadvantages of bifocal. Advantages എന്താണ്? ലെസ് എക്സ്പെൻസീവ് ആണ്. അതുപോലെ മറ്റ് ഓപ്ഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നത് ബൈഫോക്കൽ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇമേജ് ജമ്പ് ആണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ ഡിസ്റ്റന്റ് വിഷന് പെട്ടെന്ന് സെഗ്മെന്റിലൂടെ നോക്കുമ്പോൾ ഈ കാണുന്ന ഒബ്ജക്റ്റിന് ഒരു ഷിഫ്റ്റ് പോലെ തോന്നും. അതാണ് ഇമേജ് ജമ്പ്. ദെൻ നാച്ചുറൽ അക്കോമഡേഷന് സപ്പോർട്ട് ഉണ്ടാവില്ല. ഇന്റർമീഡിയറ്റ് വിഷൻ പോസിബിൾ അല്ല. കോസ്മെറ്റിക്കലി ബെറ്റർ അല്ല. ഇതെല്ലാം ബൈഫോക്കലിന്റെ ഡിസഡ്വാൻറ്റേജ്. ദെൻ ടൈപ്സ് ഓഫ് ബൈഫോക്കൽ. ബൈഫോക്കലിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് മെയിൻ ആയിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 എണ്ണം കൂടി ഈ ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പോയിന്റ്സ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ആണ് സ്പ്ലിറ്റ് ബൈഫോക്കൽ. നമ്മൾ ആദ്യമായിട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബൈഫോക്കൽ ആണ് സ്പ്ലിറ്റ് ബൈഫോക്കൽ. ഇതിലൊരു രണ്ട് സെപ്പറേറ്റ് ലെൻസ് ഒരേ മെറ്റീരിയൽ നിന്ന് ഉണ്ടാക്കിയ ആ രണ്ട് സെപ്പറേറ്റ് ലെൻസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ബൈഫോക്കൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മെറ്റൽ ഫ്രെയിമിൽ ഇൻസേർട്ട് ചെയ്യും. ഈ സ്പ്ലിറ്റ് ബൈഫോക്കലിനെ തന്നെ വേറൊരു ഫോമാണ് പെർഫെക്ഷൻ ബൈഫോക്കൽ. ഈ പെർഫെക്ഷൻ ബൈഫോക്കലില് ഇതേപോലെ ഒരേ ലെൻസ് രണ്ട് സെപ്പറേറ്റ് ലെൻസിന്ന് എന്ത് ചെയ്യും, ഒരു മെറ്റൽ ഫ്രെയിമിൽ കണക്ട് ചെയ്യും. പക്ഷെ ഇത് കേർവ്ഡ് ഫോം ആയിരിക്കും. ഒരു ഏരിയ ഇങ്ങനെ വരും, മറ്റേ ഏരിയ ഇങ്ങനെ വരും. എന്നിട്ട് ഇതേപോലെ ഒരു മെറ്റൽ ഫ്രെയിമിൽ ഇൻസേർട്ട് ചെയ്യും. അതാണ് പെർഫെക്ഷൻ ബൈഫോക്കൽ. ദെൻ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് സിമെന്റഡ് ബൈഫോക്കൽ. ഒരേ മെറ്റീരിയലിന് സെയിം മെറ്റീരിയലിനുള്ള ലെൻസ് ഇപ്പോൾ ഓൾറെഡി ഒരു മെയിൻ ലെൻസ് എടുക്കും. ഇത് ഡിസ്റ്റന്റ് വിഷന് വേണ്ടി യൂസ് ചെയ്യും. അതിന്റെ പുറകിലെ പോർഷനിലായിട്ട് സെയിം മെറ്റീരിയലുള്ള ഒരു ലെൻസ് നിയർ വിഷന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യും. സിമെന്റഡ് കാനഡ ബാൽസം അല്ലെങ്കിൽ എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സിമെന്റഡ് ബൈഫോക്കലിന്റെ വേറൊരു ഫോമാണ് സിമെന്റഡ് ക്രിപ്റ്റോക്ക്. ഹിഡൻ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് നിന്നാണ് ഈ ക്രിപ്റ്റോക്ക് എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സിമെന്റഡ് പോലെ തന്നെ നിയർ വിഷൻ ഏരിയ സിമെന്റ് ചെയ്യുന്നതാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലോവർ ഏരിയയിൽ വേറൊരു മെറ്റീരിയലുള്ള നിയർ സെഗ്മെന്റ് ആണ് നമ്മൾ കാനഡ ബാൽസം അല്ലെങ്കിൽ എപ്പോക്സി റെസിൻ പറയുന്ന ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുക. ദെൻ ഫിഫ്ത്ത് വൺ ഫ്യൂസ്ഡ് ബൈഫോക്കൽ. ഫ്യൂസ്ഡ് ബൈഫോക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽ ഇതേപോലെ തന്നെ ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽ ഡിസ്റ്റന്റ് വിഷന് വേണ്ടിയിട്ടും ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽ ലൈക്ക് ഫ്ലിൻ ഗ്ലാസ്, ബേരിയം ക്രൗൺ ഗ്ലാസ് ഒക്കെ നിയർ വിഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. നിയർ വിഷൻ ഏരിയ അറ്റാച്ച് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്യിക്കും. ദെൻ സിക്സ്ത് വൺ
സോളിഡ് ബൈഫോക്കൽ. ഈ സോളിഡ് ബൈഫോക്കലിന്റെ വേറൊരു പേരാണ് വൺ പീസ് ബൈഫോക്കൽ. സെയിം മെറ്റീരിയലിൽ തന്നെ അതിന്റെ കർവേച്ചർ ചേഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ബൈഫോക്കൽ ആണ് സോളിഡ് ബൈഫോക്കൽ. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടൈപ്പാണ് സ്പ്ലിറ്റ് ബൈഫോക്കൽ. രണ്ട് സെപ്പറേറ്റ് പോർഷൻ ഒരു മെറ്റൽ ഫ്രെയിമിൽ എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്യുക. ദെൻ സിമെന്റഡ് ബൈഫോക്കൽ, നിയർ വിഷൻ ഏരിയ കാനഡ ബാൽസം അല്ലെങ്കിൽ എപ്പോക്സി റെസിൻ എന്ന് പറഞ്ഞ ഗം യൂസ് ചെയ്തിട്ട് മെയിൻ ലെൻസിൽ ഗ്ലൂ ചെയ്യുക. ദെൻ ഫ്യൂസ്ഡ് ബൈഫോക്കൽ, ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയൽ സെഗ്മെന്റ് ആയിട്ട് വെച്ചിട്ട് മെയിൻ ലെൻസിന്റെ ലോവർ ഏരിയയിൽ വെച്ചിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഫ്യൂസ് ചെയ്യുക. ദെൻ സോളിഡ് വൺ പീസ് ബൈഫോക്കൽ, ഒരു സിംഗിൾ ലെൻസിൽ കർവേച്ചറിൽ ചേഞ്ച് വരുത്തിയിട്ട് ഉണ്ടാക്കുന്ന ബൈഫോക്കൽ. ഇത്രയും ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ബൈഫോക്കൽ സെഗ്മെന്റ് ഷേപ്പ് നോക്കാം. ഡിഫറെന്റ് ഷേപ്പ് ഓഫ് സെഗ്മെന്റ് അനുസരിച്ചിട്ട് ബൈഫോക്കൽ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റൗണ്ട് അല്ലെങ്കിൽ ഡൗൺ കർവ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഡൗൺ കർവ് സെഗ്മെന്റ്, ഇതിൽ ബൈഫോക്കൽ ഷേപ്പ് എന്തായിരിക്കും, റൗണ്ട് ആയിരിക്കും. ഇതാണ് ലീസ്റ്റ് വിസിബിൾ ടൈപ്പ് ഓഫ് ബൈഫോക്കൽ സെഗ്മെന്റ്. പിന്നെ വരുന്നതാണ് ഫ്ലാറ്റ് ടോപ്പ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ടോപ്പ് അല്ലെങ്കിൽ ഡി ബൈഫോക്കൽ എന്ന് പറയുന്നത്. സ്ട്രേറ്റ് ടോപ്പ് ഓർ ഡി ബൈഫോക്കൽ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബൈഫോക്കൽ സെഗ്മെന്റ് ഷേപ്പ് ആണ് ഡി ബൈഫോക്കൽ. ഇങ്ങനെ ഒരു ഡി ഷേപ്പിലായിരിക്കും വരിക. ദെൻ തേർഡ് വൺ മോഡിഫൈഡ് സ്ട്രേറ്റ് ടോപ്പ്. മോഡിഫൈഡ് സ്ട്രേറ്റ് ടോപ്പ്. സ്ട്രേറ്റ് ടോപ്പിന്റെയാണ് അതിന് കുറച്ചും കൂടി മോഡിഫൈഡ് ഫോം ആണ്. അതിൽ രണ്ടെണ്ണമാണ് വരുന്നത്, കർവ് ടോപ്പ് ഓർ സി. കർവ് ടോപ്പ് ഓർ സി ബൈഫോക്കൽ ആൻഡ് panoptic bifocal. panoptic bifocal. പിന്നെ നാലാമത്തെ ഫോം ആണ് റിബൺ സെഗ്മെന്റ്. റിബൺ സെഗ്മെന്റ്. റിബൺ സെഗ്മെന്റ് എന്ന് പറയുന്നത് റൗണ്ട് ബൈഫോക്കലിന്റെ ഈ അപ്പർ ഏരിയയും ലോവർ ഏരിയയും എന്തായിരിക്കും, കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ വരുന്നതാണ് ആർ സെഗ്മെന്റും അതുപോലെ ബി സെഗ്മെന്റും. ലാസ്റ്റ് വൺ ആണ് ഇ സ്റ്റൈൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബൈഫോക്കൽ. ഈ സ്റ്റൈൽ ബൈഫോക്കൽ. ഈ സ്റ്റൈൽ ബൈഫോക്കൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇതേപോലെ വരും. നമ്മളെ ഫ്രാങ്ക്ലിൻ സ്റ്റൈലിൽ അപ്പർ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റന്റ് വിഷൻ യൂസ് ചെയ്യും, ലോവർ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിയർ വിഷൻ യൂസ് ചെയ്യും. ഇത്രയാണ് ബൈഫോക്കലിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ട്രൈഫോക്കൽ ലെൻസ്. ട്രൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 മൂന്ന് പോർഷനുള്ള ഏരിയനാണ് നമ്മൾ ട്രൈഫോക്കൽ ലെൻസ് എന്ന് പറയുക. 3 ഫോക്കൽ ലെങ്ത് ഉണ്ടാവും. ഡിസ്റ്റന്റ് വിഷന് വരുന്ന ഏരിയനെ ഡിസ്റ്റന്റ് പോർഷൻ അല്ലെങ്കിൽ ഡി പി എന്ന് പറയും. നിയർ വിഷന് നേരത്തെ പറഞ്ഞ പോലെ നിയർ വിഷൻ ഏരിയനെ നമ്മൾ റീഡിംഗ് പോർഷൻ അല്ലെങ്കിൽ ആർ പി എന്ന് പറയും. പിന്നെ ഇന്റർമീഡിയറ്റ് പോർഷൻ അല്ലെങ്കിൽ ഐ പി എന്ന് പറയും. നമ്മൾ പ്രസ്ബിയോപ്പി കറക്ഷൻ 1.75 കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ട്രൈഫോക്കൽ ലെൻസ് അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഈ ട്രൈഫോക്കലിന്റെ പവർ എന്ന് പറയുന്നത് 0.5 to +2 ഡയോപ്റ്റർ വരെ അവൈലബിൾ ആണ്. ഇതിൽ ഏത് പവർ ചൂസ് ചെയ്യണം എന്നുള്ളത് പേഷ്യന്റ് ആവശ്യം, പേഷ്യന്റ് നീഡ് അനുസരിച്ചിരിക്കും. ഈ ട്രൈഫോക്കൽ പവർ നമ്മൾ യൂഷ്വലി ഇതിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് പറയാറുള്ളത്. 50 to 70% വരെയുള്ള റീഡിംഗ് പോർഷന്റെ 50 to 70% ആണ് നമ്മൾ ട്രൈഫോക്കലിന് അഡ്വൈസ് ചെയ്യാറ്. അപ്പം +3 ഡയോപ്റ്റർ ഉള്ള ആൾക്കാർക്ക് +1.50 നമുക്ക് ഇന്റർമീഡിയറ്റ് പോർഷന് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യാം. ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അനൈസോമെട്രോപ്പി ഉള്ള പേഷ്യന്റിന്, റീഡിംഗ് പോർഷനിൽ പ്രിസം ആഡ് ചെയ്യേണ്ട ആൾക്കാർ, അതുപോലെ ഇന്റർമീഡിയറ്റ് വിഷൻ ആവശ്യമുള്ള ഒക്യുപ്പേഷൻ, ഇത്രയും കേസിലാണ് നമ്മൾ ട്രൈഫോക്കൽ അഡ്വൈസ് ചെയ്യാറ്. ദെൻ ടൈപ്സ് ഓഫ് ട്രൈഫോക്കൽ. ബൈഫോക്കൽ പോലെ ട്രൈഫോക്കലും ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്പ്ലിറ്റ് ട്രൈഫോക്കൽ. നേരത്തെ പറഞ്ഞ പോലെ 3 സെപ്പറേറ്റ് ലെൻസ് എടുത്തിട്ട് ഒന്ന് ഡിഫറെന്റ് പവറിൽ എല്ലാം കൂടി എന്ത് ചെയ്യും, ഒരു മെറ്റൽ ഫ്രെയിമിൽ കമ്പൈൻ ചെയ്യും. ഇതാണ് എന്ത്, സ്പ്ലിറ്റ് ട്രൈഫോക്കൽ. ദെൻ സെക്കൻഡ് വൺ ഫ്യൂസ്ഡ് ട്രൈഫോക്കൽ. ഫ്യൂസ്ഡ് ട്രൈഫോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെയിൻ ലെൻസ് എടുക്കും. യൂഷ്വലി എടുക്കുന്ന മെയിൻ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് പോർഷനുള്ള പവർ ആയിരിക്കും. എന്നിട്ട് അതിന്റെ അപ്പർ ഏരിയയിലും ലോവർ ഏരിയയിലും, അപ്പർ ഏരിയയിൽ ഡിസ്റ്റന്റ് വിഷന് വേണ്ട പവറും ലോവർ ഏരിയയിൽ നിയർ വിഷന് വേണ്ട പവറും കൊടുക്കും. ഇതാണ് ഫ്യൂസ്ഡ് ട്രൈഫോക്കൽ. ദെൻ തേർഡ് വൺ സോളിഡ് ട്രൈഫോക്കൽ.
ഈ സോളിഡ് അല്ലെങ്കിൽ വൺ പീസ് ട്രൈഫോക്കൽ എന്ന് പറഞ്ഞത് നേരത്തെ പോലെ തന്നെ ഒരു സിംഗിൾ ലെൻസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കർവേച്ചറിൽ ചേഞ്ച് വരുത്തിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ സിമെന്റഡ് ട്രൈഫോക്കൽ. സിമെന്റഡ് ട്രൈഫോക്കൽ എന്ന് പറഞ്ഞത് ഈ ഫ്യൂസ്ഡ് ട്രൈഫോക്കൽ തന്നെ ഒരു മെയിൻ ലെൻസ് എടുക്കും, എന്നിട്ട് അപ്പർ ഏരിയയിലും ലോവർ ഏരിയയിലും ഡിസ്റ്റന്റ് വിഷൻ ഏരിയയും സെഗ്മെന്റ് ഏരിയയും കാനഡ ബാൽസം അല്ലെങ്കിൽ എപ്പോക്സി റെസിൻ യൂസ് ചെയ്തിട്ട് ഗ്ലൂ ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ കമ്പൈൻഡ് ബൈഫോക്കൽ. കമ്പൈൻഡ് ബൈഫോക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ ഇന്റർമീഡിയറ്റ് പോർഷൻ ഫ്യൂസ് ചെയ്യുക, സോളിഡ് ബൈഫോക്കലിൽ ഇന്റർമീഡിയറ്റ് ഏരിയ ഫ്യൂസ് ചെയ്യുക, ഒന്നോ അതിൽ കൂടുതലോ ആഡ് ചെയ്യുന്നതാണ് കമ്പൈൻഡ് ട്രൈഫോക്കൽ എന്ന് പറയുന്നത്. ഈ ട്രൈഫോക്കലിന്റെ സെഗ്മെന്റ് സ്റ്റൈൽ അനുസരിച്ചിട്ട് മെയിനായിട്ട് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് വൺ ഫ്ലാറ്റ് ടോപ്പ്. ഈ ഒരു ടൈപ്പാണ് ഫ്ലാറ്റ് ടോപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈ സ്റ്റൈൽ, ആൻഡ് തേർഡ് രണ്ട് കോമ്പിനേഷൻ ഇ ആൻഡ് ഡി. ഈ മൂന്ന് ടൈപ്പിലാണ് ട്രൈഫോക്കൽ സെഗ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് അഡീഷൻ ലെൻസ് ആണ്. ഇത് മാത്രം തന്നെ ഓരോ ടോപ്പിക്ക് മാത്രം തന്നെ എസ്സേ എഴുതാണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ആഡ് ചെയ്യാം. പ്രോഗ്രസീവ് അഡിഷൻ ലെൻസ് നേരത്തെ പറഞ്ഞു, സെഗ്മെന്റ് ഇല്ലാത്ത നോൺ സെഗ്മെന്റഡ് ലെൻസ് ആണ്, മൾട്ടിഫോക്കൽ ആണ് പ്രോഗ്രസീവ് അഡിഷൻ ലെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 3 സോൺസ് ഉണ്ടാവും: ഡിസ്റ്റന്റ് വിഷൻ സോണ്, നിയർ വിഷൻ സോണ് ആൻഡ് ഇന്റർമീഡിയറ്റ് വിഷൻ സോണ്. ഈ 3 സോൺസ് ആയിരിക്കും. ഇതിന്റെ പവർ ഒരു പ്രോഗ്രസീവ് കോറിഡോർ വെച്ചിട്ട് താഴോട്ട് വരുന്നതനുസരിച്ച് കൂടി വരും. ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഏർലി പ്രെസ്ബിയോപ്പിയ, അതേപോലെ ഇമേജ് ജമ്പ് പ്രോബ്ലം ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ ഇന്റർമീഡിയറ്റ് വിഷൻ ആവശ്യമുള്ള ഓക്യുപ്പേഷൻ. ഇതിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് അഡ്വൈസ് ചെയ്യരുത്. ഹയർ അഡിഷൻ പ്രെസ്ബിയോപ്പിക് കറക്ഷൻ കൂടുന്ന ആൾക്കാർക്ക് ഈ ഒരു ലെൻസ് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ മോഷൻ സിക്നസ് ഉള്ള ആൾക്കാർക്ക്. ഇത്രയാണ് ഈ ലെൻസിന്റെ കോൺട്രാ ഇൻഡിക്കേഷൻ. ദെൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലിയർ വിഷൻ ആണ്, ഇമേജ് ജമ്പ് ഇല്ല, കോസ്മെറ്റിക്കലി കുറച്ചും കൂടി ബെറ്റർ ആണ്, നാച്ചുറൽ അക്കോമഡേഷന് യൂസ് വരും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അഡാപ്റ്റേഷൻ പീരീഡ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ പെരിഫറൽ അസ്റ്റിഗ്മാറ്റിസ് ഉണ്ടാവും. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വിമ്മിങ് ഇഫക്റ്റ് ഉണ്ടാവും, മാഗ്നിഫിക്കേഷനിൽ വരുന്ന ഡിഫറൻസ് കാരണം. ഈ പ്രോഗ്രസീവ് അഡിഷൻ ലെൻസിന്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ഇതിനെ ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ടൈപ്പാണ് സ്ഫെറിക്കൽ ആൻഡ് അസ്ഫെറിക്കൽ പ്രോഗ്രസീവ് ലെൻസ്. സ്ഫെറിക്കൽ പ്രോഗ്രസീവ് ലെൻസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ ടോപ്പ് ഏരിയ കംപ്ലീറ്റ് സ്ഫെറിക്കൽ പവർ മാത്രമായിരിക്കും, ലോവർ ഏരിയയിൽ മാത്രമേ അസ്ഫെറിസിറ്റി ഉണ്ടാവുള്ളൂ. അസ്ഫെറിക്കൽ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ ടോപ്പ് ഏരിയയിലും എന്തുണ്ടാവും, അസ്ഫെറിസിറ്റി ഉണ്ടാവും. ദെൻ സെക്കൻഡ് ടൈപ്പാണ് മോണോ ആൻഡ് മൾട്ടി ഡിസൈൻ. മോണോ ആൻഡ് മൾട്ടി ഡിസൈൻ. ഈ മോണോ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഏത് ആഡ് പവർ ആണെങ്കിലും +1 ആവട്ടെ +3 ആവട്ടെ എല്ലാ ആഡ് പവറിനും ഒരേ ഡിസൈൻ ആയിരിക്കും പ്രോഗ്രസീവ് ലെൻസ്. മൾട്ടി ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആഡ് പവർ കൂടുന്നതിനനുസരിച്ച് ഡിസൈനും ചേഞ്ച് ആവും. ഈ നിയർ വിഷന്റെ ഏരിയ, ഇപ്പം ഇങ്ങനെ ഒരു ലെൻസ് എടുത്തിട്ട് ഈ ഒരു ഏരിയ ആണ് നിയർ വിഷന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഡ് പവർ കൂടുന്നതിനനുസരിച്ച് ഈ നിയർ വിഷൻ ഏരിയ മുകളിലോട്ട് വരും. അതാണ് മൾട്ടി ഡിസൈൻ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സിമെട്രിക്കൽ ആൻഡ് അസിമെട്രിക്കൽ ഡിസൈൻ. സിമെട്രിക്കൽ ആൻഡ് അസിമെട്രിക്കൽ ഡിസൈൻ. ഈ സിമെട്രിക്കൽ ഡിസൈനിൽ റൈറ്റ് ലെൻസിനും ലെഫ്റ്റ് ലെൻസിനും, റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും യൂസ് ചെയ്യുന്ന ലെൻസ് സെയിം ഡിസൈൻ ആയിരിക്കും. അതുകൊണ്ട് റൊട്ടേഷൻ ഒരു 10 ഡിഗ്രി റൊട്ടേഷൻ ആവശ്യമായിരിക്കും. അസിമെട്രിക്കൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഐക്ക് ഒരു തരം ലെൻസും ലെഫ്റ്റ് ഐക്ക് വേറെ ടൈപ്പ് ലെൻസും ആയിരിക്കും. ദെൻ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ആണ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ഡിസൈൻ. ഹാർഡ് ആൻഡ് സോഫ്റ്റ് ഡിസൈൻ. ഈ ഹാർഡ് ഡിസൈനിൽ വൈഡർ ഡിസ്റ്റൻസ് ഏരിയയും നിയർ ഏരിയ ആയിരിക്കും. സോഫ്റ്റ് ഡിസൈനിൽ നാരോ ഡിസ്റ്റൻസ് ഏരിയ, നിയർ വിഷൻ ഏരിയ, വൈഡർ ഇന്റർമീഡിയറ്റ് ഏരിയ ആയിരിക്കും. പിന്നെ ഫിഫ്ത്ത് ടൈപ്പ് ആണ് ലോങ് കോറിഡോർ ആൻഡ് ഷോർട്ട് കോറിഡോർ ഡിസൈൻ. ലോങ് കോറിഡോർ ആൻഡ് ഷോർട്ട് കോറിഡോർ ഡിസൈൻ. കോറിഡോർ ലെങ്ത് 8 to 20 mm വരെ ഉള്ളതാണ് ലോങ് കോറിഡോർ. ഷോർട്ട് കോറിഡോർ എന്ന് പറയുന്നത് കോറിഡോർ ലെങ്ത് 14 to 17 mm വരെ വരുന്നതാണ്.
Then digressive or office lenses, നമുക്ക് മൾട്ടിഫോക്കൽ നോൺ സെഗ്മെന്റിന്റെ വേറൊരു ടൈപ്പ് ആയിട്ട് പറയാൻ പറ്റുന്ന ലെൻസ് ആണ് ഡിഗ്രസീവ് ലെൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു തരം റീഡിംഗ് ഗ്ലാസ് ആണ്. അതിനകത്ത് പ്ലസ് പവർ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. ഈ ഓഫീസ് യൂസ് നിയർ വിഷൻ ഏരിയ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി യൂസ് ആയിരിക്കും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Notes: what are plastic spectacle lenses and what are its characteristics? 5 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ്. Lenses made up of plastic is called as plastic lenses. ഈ പ്ലാസ്റ്റിക് ലെൻസിന്റെ വേറെ പേരാണ് റെസിൻ ലെൻസസ് ഓർ ഓർഗാനിക് ലെൻസസ്. നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് ലെൻസിന്റെ പ്രൊഡക്ഷനിൽ വരുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഓർഗാനിക് ലെൻസസ് എന്ന് വിളിക്കും. ഈ പ്ലാസ്റ്റിക്കിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട്. തെർമോസെറ്റിൻ പ്ലാസ്റ്റിക് ആൻഡ് തെർമോ പ്ലാസ്റ്റിക്. ഹാർഡ് പ്ലാസ്റ്റിക്കിനെയാണ് എന്ത് പറയുന്നത്? തെർമോസെറ്റിൻ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പോളികാർബണേറ്റ്. മെയിൻ ആയിട്ട് എയറോസ്പേസിൽ യൂസ് ചെയ്ത ഒരു മെറ്റീരിയൽ ആയിരുന്നു പോളികാർബണേറ്റ്. ദെൻ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ്. ഇത് ഹീറ്റ് ചെയ്താൽ സോഫ്റ്റ് ആവും. ഹാർഡ് പ്ലാസ്റ്റിക് ഹീറ്റ് ചെയ്താൽ സോഫ്റ്റ് ആവില്ല. ഇതിന് എക്സാമ്പിൾ ആണ് CR39. Different types of plastic lens material: CR39, polycarbonate, high index plastic, Trivex lens and Agar lens. ഈ മെറ്റീരിയലിലെല്ലാം തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഡെൻസിറ്റി, ആബെ വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഈ CR39 എന്ന് പറയുന്നത് CRന്റെ ഫുൾ ഫോം ആണ് കൊളംബിയ റെസിൻ. 39 എന്നുള്ളത് ആ ലെൻസ് ടൈപ്പിന്റെ നമ്പർ ആണ്. കൊളംബിയ റെസിൻ ടൈപ്പ് മെറ്റീരിയൽ ടൈപ്പിന്റെ നമ്പർ ആണ് 39. ഈ പോളികാർബണേറ്റ് എന്ന് പറയുന്നത് ഹൈലി ഇമ്പാക്ട് റെസിസ്റ്റന്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. ഹൈ ഇൻഡെക്സ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് 1.49 റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലുള്ള മെറ്റീരിയൽ ആണ് ഹൈ ഇൻഡെക്സ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ട്രൈവിക്സ് എന്ന് പറയുന്നത് ഒരു ക്വാസി തെർമോസെറ്റിൻ പ്ലാസ്റ്റിക് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് തെർമോ പ്ലാസ്റ്റിക്കിന്റെയും തെർമോസെറ്റിൻ പ്ലാസ്റ്റിക്കിന്റെയും രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തന്നെ ലെങ്ത് കൂടി. താങ്ക് യു. ഈ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.